ഇടുക്കിയിലെ അതിമനോഹരമായ മലനിരകളും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങളും പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നിറഞ്ഞ കഞ്ഞിക്കുഴി എന്ന ഗ്രാമത്തിലെ മേഘങ്ങൾ മുത്തമിടുന്ന കാറ്റ് മലയോട് കഥ പറയുന്ന പ്രകൃതിയുടെ ദൃശ്യവിസ്മയം തീർക്കുന്ന ഒരു സ്വർഗ്ഗഭൂമി. അതാണ് നമ്മുടെ പാൽക്കുളംമേട്. തലമുറകളുടെ കഠിനാധ്വാനം കൊണ്ട് പടുത്തുയർത്തിയ കഞ്ഞിക്കുഴി എന്ന മലയോര ഗ്രാമത്തിലെ ടൂറിസം വികസനം എന്ന സ്വപ്നത്തിന്റെ നെറുകയിലാണ് ഇന്ന് ഈ പാൽക്കുളംമേട്. കാഴ്ചകളുടെ വിസ്മയം തീർക്കുന്ന ഈ മേട് സഞ്ചാരികളെ കാത്ത് അങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. ഈ നാടിന് കാവലായി നിന്ന് അതിനെ തന്റെ കരവലയത്തിൽ സംരക്ഷിച്ച് പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം നമുക്ക് സമ്മാനിക്കുന്ന പാൽക്കുളംമേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കിയിലെ കഞ്ഞിക്കുഴിയിൽ നിന്നും വാഹനത്തിൽ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ആൽപ്പാറയിലെ പാൽക്കുളംമേട് ട്രക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താം. ഇവിടെ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ഓഫ് റോഡ് പാതയിലൂടെ നമുക്ക് മുകളിലേക്ക് നടക്കണം. നമ്മൾ നടന്നെത്തുന്നത് പാൽക്കുളംമേടിന്റെ അടിവാരത്തിലുള്ള മലയിലാണ്. അവിടെ നിന്നും 1 കിലോമീറ്ററോളം കുത്തനെയുള്ള മല കയറി വേണം പാൽക്കുളംമേട് വ്യൂ പോയിന്റിലെത്താൻ. നല്ല പച്ചപ്പൊക്കെ ആസ്വദിച്ച് താഴ്വാര കാഴ്ചകളൊക്കെ കണ്ടുള്ള യാത്രയാണിത്. മൺസൂണിലാണെങ്കിൽ ഇവിടെ മിക്കപ്പോഴും കോടമഞ്ഞ് മൂടിയാണ് കിടക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3900 അടി ഉയരത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഈ മലനിരകൾ കിലോമീറ്ററുകളോളം നീളത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ്. നമുക്ക് ഇടുക്കി ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഈ മലയുടെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. നമ്മുടെ മലകയറ്റത്തിനിടയിൽ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളെ നമുക്ക് കമ്പനിയായി കിട്ടി. അവരുടെ എനർജി കാണുമ്പോൾ നമ്മുടെ യാത്രാക്ഷീണമൊക്കെ നമ്മൾ മറന്നു. ഫോണിൽ കുടുങ്ങിക്കിടക്കുന്ന പുതിയ തലമുറയ്ക്ക് പ്രകൃതിയെ അടുത്തറിയുന്നതിനും ഏത് കഠിനമായ സാഹചര്യങ്ങളെ നേരിടുന്നതിനുമുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിനുമൊക്കെ ഇങ്ങനെയുള്ള ട്രെക്കിങ് വളരെ ഗുണകരമാണ്. നമ്മളിപ്പോൾ പാൽക്കുളംമേടിന്റെ അടിവാരത്താണ് എത്തിയിരിക്കുന്നത്. നിലവിൽ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല, പറയുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ തന്നെയുള്ള കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കാണുന്നതിനുള്ള അവസരം തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഈ തലമുറയ്ക്ക് നൽകേണ്ടതാണ്. ഇവിടെ നിന്നും 1 കിലോമീറ്ററോളം കുത്തനെയുള്ള മലഞ്ചെരിവിലൂടെ നടന്നു വേണം നമുക്ക് പാൽക്കുളംമേട് വ്യൂ പോയിന്റിലെത്താൻ. പോകുന്ന വഴിയിലെല്ലാം പുൽമേടുകളാണ്. കുറച്ച് മല കയറിയതിനു ശേഷം അവിടെ നിന്ന് താഴ്വാര കാഴ്ചകളൊക്കെ കണ്ട് സാവധാനത്തിലാണ് ഞങ്ങൾ മുകളിലേക്ക് കയറുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര ശരിക്കുള്ളൊരു റിലാക്സേഷനാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വിശാലമായ മലനിരകളുടെ കാഴ്ച ഇവിടെ നിന്ന് ആസ്വദിക്കാവുന്നതാണ്. താഴെ നിന്നും കുറച്ച് ആളുകളൊക്കെ മല കയറി വരുന്നത് ദൂരെ നമുക്ക് കാണാം. ഓരോ മല കയറി നിരപ്പത്തെത്തുമ്പോഴും മറ്റൊരു മലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലായ്പ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റ്
നമ്മുടെ യാത്രാക്ഷീണം ഒക്കെ മാറ്റും. കുട്ടികളൊക്കെ വളരെ ആവശ്യത്തോടെയാണ് മല കയറുന്നത്. മല കയറുന്നതിനിടയ്ക്ക് പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവയുടെ മുകളിലൊക്കെ കയറിയിരുന്ന് താഴ്വാര കാഴ്ചകളൊക്കെ കണ്ട് വിശ്രമിക്കാവുന്നതാണ്. ഒരു മല കയറി ചെല്ലുമ്പോൾ അടുത്ത മലയാണ് കാണുന്നത്. ഈ മലകയറ്റം നല്ലൊരു ടാസ്ക് തന്നെയാണ്. പൂർണ്ണ ആരോഗ്യമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് മല അടിവാരത്തിൽ തന്നെ ധാരാളം കാഴ്ചകൾ കാണുവാനുണ്ട്. മുകളിലേക്ക് കയറുന്തോറും ചെറിയ ഇളം കാറ്റും തണുപ്പുമൊക്കെ നമുക്ക് ആശ്വാസം തരുന്നുണ്ട്. മുകളിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. നമ്മൾ മുകളിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിസ്റ്റർ ഷിജു പാൽക്കുളമേടിന് ചുറ്റുമുള്ള പ്രദേശത്തെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിച്ചു. ഒരു 92-93 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ സർക്കാർ തലത്തിലെ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പാൽക്കുളമേട് ടൂറിസ്റ്റ് ഫെസ്റ്റൊക്കെ നടത്തുകയും വളരെ വിജയകരമായ രീതിക്ക് നല്ല സഞ്ചാരികൾ വന്നുകൊണ്ടിരുന്ന പ്രദേശമായിരുന്നു. പക്ഷേ ഇടക്കാലം കൊണ്ട് അത് നിന്നു പോവുകയും തുടർന്ന് ഇവിടെയുള്ള പ്രദേശവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും എല്ലാം ശ്രമഫലമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച നടത്തുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഇന്നലെ മുതൽ പാൽക്കുളമേട് തുറക്കാനുള്ള സംവിധാനം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. തുടർന്നും ഇവിടെ നല്ല രീതിയിൽ ഈ പ്രദേശത്തിന് വികസനത്തിനും, അതായത് വാഴത്തോപ്പ്, കഞ്ഞിക്കുഴി 2 പഞ്ചായത്തിലേക്ക് അധികരിച്ചാണ് പാൽക്കുളമേട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അതിമനോഹരമായ പ്രദേശമാണ്. ഇവിടെ പാൽക്കുളമേട് വ്യൂ പോയിൻ്റുണ്ട്. അത് തീർച്ചയായിട്ടും ഈ പാൽക്കുളമേടിലേക്ക് ഒരു VSS പോലെയുള്ള കാര്യങ്ങൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ നമ്മുടെ കല്യാണത്തണ്ടിൽ ഉള്ളതുപോലെ VSS ഒക്കെ രൂപീകരിക്കുകയാണെങ്കിൽ നമുക്ക് ട്രെക്കിങ് ആൽപ്പാറയിൽ നിന്ന് ഒരു 4 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടെ നിന്ന് ട്രെക്കിങ് ക്രമീകരിക്കുകയാണെങ്കിൽ ഈ പാൽക്കുളമേടിലേക്ക് ഏറ്റവും ഭംഗിയായ രീതിക്ക് ഒരു ഓഫ് റോഡ് ട്രെക്കിങ് ക്രമീകരിച്ചുകൊണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ഫോറസ്റ്റ് അധികാരികൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ടൂറിസത്തിന് അനുയോജ്യമായ പ്രദേശമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഈ മൂന്നാർ പോലെ ഒരു പ്രദേശത്തെക്കാളും ഏറ്റവും ഉപരിയായ നല്ലൊരു ടൂറിസം പ്ലേസാക്കി മാറ്റാൻ നമ്മുടെ ഈ പാൽക്കുളമേട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൽപ്പാറ പ്രദേശം നമ്മുടെ നേരെ അക്കരെ കാണുന്ന കഞ്ഞിക്കുഴി പള്ളിയാണ്. കഞ്ഞിക്കുഴി പള്ളിയാണ്. അതാണ് നമ്മുടെ കഞ്ഞിക്കുഴി പള്ളിയാണത്.
തൊട്ട് വരുന്ന നമ്മുടെ ചുരുളിപ്പാലി പ്രദേശമാണ്. ഇത് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ ഇടത്തിട്ടെന്ന് പറയും. ഇടത്തിട്ടെന്ന് പ്രദേശമാണ് ഇടത്തട്ട് എന്ന പാറയ്ക്ക് നമ്മൾ മൊയിലുംപാറ എന്ന് പറയുന്ന ഒരു പാറയാണത്. അവിടുന്ന് താഴത്തേക്ക് പോകുന്ന തെളിഞ്ഞൊന്ന് താഴത്തേക്ക് പോകുന്ന ഒരു വഴിയിലാണ് നമ്മുടെ പാൽക്കുളം മേടിൽ തന്നെ പാൽക്കുളം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മൊയിലുംപാറയും താഴത്തേക്ക് ഭാഗമാണ്. പിന്നെ അവിടുന്ന് താഴെ നമ്മുടെ മൊയിലുംപാറയിൽ നിന്ന് താഴത്തേക്കാണ് നമ്മൾ കൂട്ടക്കുഴി എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പോകുന്ന വഴിക്കാണ് കൂട്ടക്കുഴി എന്ന് പറയും. കൂട്ടക്കുഴിയിലേക്ക് പോയിട്ട് നമ്മൾ പേദപ്പാറ മക്കുവള്ളിയിലേക്കെല്ലാം നമ്മുടെ പണ്ട് കാലത്തെല്ലാം ഓഫ് റോഡ് ജീപ്പൊക്കെ പോകുന്ന ഒരു പ്രദേശമാണ് താഴത്തേക്ക് പോയിരിക്കുന്നത്. ചെങ്കുത്തായ കയറ്റങ്ങളും സമതലങ്ങളും മൊട്ടക്കുന്നുകളും പുൽത്തകടികളും ചോലക്കാടുകളും അരുവികളും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഇടമാണ് പാൽക്കുളമേട്. നല്ല തണുത്ത കാറ്റും നമുക്ക് താഴെ വിശാലമായ ഒരു ലോകവും. ഉയരങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഈ കാഴ്ച ശരിക്കും ഏതൊരു മനുഷ്യനും കൊതിക്കുന്നത് തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ യാത്രയുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.